യൂത്ത് കഫേയിലേക്ക് സ്വാഗതം എലിസബത്ത്. സന്തോഷമുണ്ട്, വീണ്ടും എലിസബത്ത് യൂത്ത് കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു ഗായികയാണ് അല്ലേ? പ്രധാനമായിട്ടും എനിക്കതാ പറയാനുള്ളത്. എലിസബത്തിനെ കൂടുതൽ പേര് തിരിച്ചറിയുന്നതും ഒത്തിരി പേര് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൽബങ്ങളിലൂടെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായിട്ട് യുക്രിസ്ത്യ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ അല്ലേ പാടിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് പാടി തുടങ്ങാം. ദിവ്യകാരുണ്യമാം സ്നേഹമേ എൻ്റെ യേശുവേ, കരുണക്കടലിനാൽ കഴുകണേ എൻ്റെ ആത്മനേ, ഏകാം ഞാൻ ഇന്നെന്തിനേ എൻ്റെ ജീവനെ പോലും ഇന്ന് കഴുകിടുമോ നീ, പാദമല്ല എന്നെ പൂർണ്ണമായി. ദിവ്യകാരുണ്യമാം സ്നേഹമേ എൻ്റെ യേശുവേ, കരുണക്കടലിനാൽ കഴുകണേ എൻ്റെ ആത്മനേ, ഏകാം ഞാൻ ഇന്നെന്തിനേ എൻ്റെ ജീവനെ പോലും ഇന്ന് കഴുകിടുമോ നീ, പാദമല്ല എന്നെ പൂർണ്ണമായി. നന്നായിരിക്കുന്നു. താങ്ക് യു അച്ഛാ. എലിസബത്ത് പാടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി യൂത്തിനൊക്കെ ഒരു പ്രചോദനമാണ്. പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ജീവിതം കൊണ്ട് തന്നെ നമ്മളൊരു മാതൃക കൊടുക്കുകയാണ് അല്ലേ? ഈ ഒരു സിൻഡ്രോം ഉണ്ടെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിലും ഒത്തിരി പേർക്ക് മാതൃകയായി നിൽക്കുന്നുണ്ട്. ഒത്തിരി പുതിയ യുവതലമുറയ്ക്കൊക്കെ ഒരു മാതൃക തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ വീണ്ടും വീണ്ടും വലിയതൊക്കെ വരാനുണ്ട്, വലിയ വലിയ നന്മകൾ നമുക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. സംഗീതമാണ് ദൈവത്തിന്റെ ഒരു വലിയ ഗിഫ്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ? സംഗീതത്തിന്റെ വഴിയിലേക്കാണ് കയറിയിരിക്കുന്നത്. പഠിക്കുന്നത് മ്യൂസിക് ആണല്ലോ, സംഗീതം തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്വപ്നങ്ങളെ കുറിച്ച് പറയാമോ? ഈ ഒരു സംഗീതം എന്നുള്ള ഇത് വന്ന വഴി, സംഗീതം എപ്പോഴാണ് തുടങ്ങിയത്? പാട്ടൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിലെ തൊട്ടേ പാട്ട് പാടി തുടങ്ങിയിരുന്നു. 3ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ 2018 ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് മോഹൻലാൽ എന്ന സിനിമയിലെ ഫിലിം ഡയറക്ടർ സാജിദ് യാഹി അദ്ദേഹം എനിക്കൊരു സിനിമയിൽ പാട്ട് പാടാൻ അവസരം തന്നു. അതുപോലെ തന്നെ പത്രോസിന്റെ 10 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലും അവസരം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 2 ആൽബത്തിലും പാടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ആൽബം അങ്ങനെയാണ്, ഈ ക്രിസ്ത്യ എന്നുള്ള ആൽബം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആൽബം അല്ലേ? അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഞാൻ ഇടയ്ക്ക് പാട്ട് പാടി ഇടാറുണ്ട്. അതും കണ്ടിട്ടുണ്ട്. ക്രിസ്മസിൽ ഒരു പാട്ട് പാടിയിരുന്നല്ലേ? അപ്പൊ അതൊരു വലിയ പ്രചോദനമാണ് എല്ലാവർക്കും. ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മേഖലയാണ് നമ്മൾ ദൈവത്തിന്റെ വലിയൊരു കഴിവ് കണ്ടെത്തി ഈ ഒരു മേഖലയിലേക്ക് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് അല്ലേ, നല്ല നല്ല ഇനിയിപ്പോൾ ചാൻസുകളാണ് ഇഷ്ടം പോലെ കിട്ടിയേക്കുന്നത്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ചെറിയൊരു കുറവ്, ഇപ്പൊ ഈ ഒരു ഡിസോർഡർ, ഒരു സിൻഡ്രോം ഉണ്ടെങ്കിൽ പോലും വലിയ വലിയ നന്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എലിസബത്തിന്റെ സ്വരവും ഈ ഒരു മാതൃകയും അല്ലെങ്കിൽ ഒരു പ്രചോദനം ഒത്തിരി പേരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒത്തിരി പേര് നമുക്ക് ഒരു ഒരു പുതിയ ഒരു വെട്ടത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒത്തിരി യുവതലമുറയൊക്കെ അങ്ങനെ വരണം. അപ്പൊ ഈ ഒരു ഗാനമേഖല, പ്രത്യേകിച്ച് ഈ ഒരു മ്യൂസിക് ഫീൽഡ് അതിന് ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ള ഭാവി സ്വപ്നങ്ങളൊക്കെ അത് തന്നെയാണല്ലോ അല്ലെ? പാട്ടുപാടി സംഗീതത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ജീവിതം. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ മനോഹരമായ ഗാനങ്ങൾ സമൂഹത്തിന് കൊടുക്കുക, അത് തന്നെ ഒരു വലിയ എക്സാമ്പിളായി മാറും. നമുക്ക് ജീവിതം വലിയൊരു ഹാപ്പിനെസ് വരുത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കുറവുകൾ അവിടെ നിൽക്കും, പക്ഷേ ദൈവം നിറവുകളെ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് പ്രത്യേകിച്ച് ഈ ഡിവോഷൻ, ഈ യൂക്രിസ്ത്യ എന്നുള്ള ആൽബം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആൽബമാണ്. അതിന്റെ വരികൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സർവ്വം കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ വലുതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹമൊക്കെ വെച്ച് പുലർത്തുമ്പോൾ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് അടിയറവ് പറയുമ്പോൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുതന്നെയാണ് എലിസബത്തിന്റെ ജീവിതം എന്നെ പ്രചോദിപ്പിക്കുന്നത്.
അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ഉറുമ്പ് കടിച്ചാൽ പോലും ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മളൊരു പരാജയപ്പെട്ടു പോകുമ്പോൾ തളർന്നു പോകുന്ന ആളാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എന്നോട് ഇപ്പം ഇങ്ങനെ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് ഇനിയുണ്ട് സപ്ലികൾ 2-3 അല്ലെങ്കിൽ ഇങ്ങനെ തോൽവികളുടെ ഒരു വലിയ നീണ്ട നിര നമ്മളോട് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ തളർന്നു പോകുന്നത്. അപ്പം ഇതുപോലെ തന്നെ എൻ്റെ ബാച്ചിൽ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അച്ഛനുണ്ട്. ഇങ്ങനെ ഒരു അസുഖമൊക്കെ പറ്റി ക്യാൻസറൊക്കെ വന്ന അച്ഛൻ്റെ കാലൊക്കെ മുറിച്ച് കളഞ്ഞു. പക്ഷേ വളരെ എല്ലാത്തിനെയും പോസിറ്റീവോടെ കണ്ടുകൊണ്ട് നല്ല ധ്യാന ശുശ്രൂഷയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനുണ്ട്. എങ്ങനെ നമുക്കൊരു കാര്യത്തെ അതിജീവിക്കാം, അല്ലേ? അതാണ് അതിജീവനം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം എലിസബത്ത് ഞങ്ങളെ കാണിച്ചു തരുന്നത്, പ്രത്യേകിച്ച് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ നമുക്ക് ഈ കുഞ്ഞു കാര്യത്തെ നിറവിൻ്റെ രൂപത്തിൽ മാറ്റിയെടുക്കാം. അത് ഗാനത്തിലൂടെയാണ് എലിസബത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം കൂടുതൽ ഇനിയും ഗാനങ്ങളിലൂടെ, ആൽബങ്ങളിലൂടെ, കിട്ടുന്ന അവസരങ്ങളിലൂടെയൊക്കെ കൂടുതൽ പേർക്ക് നന്മയും അല്ലെങ്കിൽ അവർക്ക് സമാധാനവും വരുത്തിക്കൊണ്ട് ഇൻസ്പിരേഷൻ കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ആ വിശുദ്ധ കുർബാന എന്നുള്ള ആ പാട്ട് ഒന്നുകൂടെ പാടാവും. നല്ല മനോഹരമായ പാട്ടാണ്. സ്നേഹമേ എൻ്റെ യേശുവേ, കരുണക്കടലിനാൽ കഴുകണേ എൻ്റെ ആത്മനെ, ഏകാം ഞാൻ ഇന്നെന്തിന് എൻ്റെ ജീവനെ പോലും ഇന്ന് കഴുകിടുമോ നീ പാദമല്ല എന്നെ പൂർണ്ണമായി. സ്നേഹാഗ്നി നിന്റെ സ്നേഹത്തിൻ പൊരിയായി നീ മാറ്റണമേ. നിന്നിൽ വിശ്വസിച്ചിടുന്നു, സ്നേഹിക്കുന്നു ഞങ്ങൾ, ആരാധിക്കും നിന്നെ വാഴ്ത്തിടും. ഗോതമ്പുമണി അടർന്നില്ലാതായി, അതു ജീവനായി തീരും പോലെ നീയാകുമീ അപ്പത്തെ എൻ ജീവനായി മാറ്റിയിടുവാൻ, ഭൂവിൽ വീഴുവാൻ അലിഞ്ഞിടുവാൻ, ഫലമായി മാറുവാൻ എൻ്റെ ആത്മനെ നിൻ കരുണയാൽ കഴുകൂ. തൂവെള്ള ഓസ്തിയാം സ്നേഹാഗ്നി നിന്റെ സ്നേഹത്തിൻ പൊരിയായി നീ മാറ്റണമേ. നിന്നിൽ വിശ്വസിച്ചിരുന്നു, സ്നേഹിക്കുന്നു ഞങ്ങൾ, ആരാധിക്കും നിന്നെ വാഴ്ത്തിടും. ഈ പാട്ട് പോലെ തന്നെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ. കാരണം ഈ ഒരു മ്യൂസിക് ഫീൽഡാണ് എലിസബത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സ്വരം തിരിച്ചറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിറവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കുറേ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനിയും ഭാവിയിലേക്ക് ഒത്തിരി അവസരങ്ങൾ വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എലിസബത്തിൻ്റെ ജീവിതം ഒത്തിരി പേരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ എലിസബത്തിൻ്റെ ജീവിതം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ നിറവുകളെ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. എലിസബത്തിന് ഇനിയും പാട്ടുകളിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. കൂടുതൽ പാട്ടുകളിലൂടെ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കാനും സാധിക്കട്ടെ. അപ്പോൾ യൂത്ത് കഫേയിലേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു അച്ഛാ.